ഗുരുദേവ്, ഇന്നത്തെ കാലത്ത് കോർപ്പറേറ്റ് സംസ്കാരത്തിൽ മദ്യപാനവും പുകവലിയും സാധാരണയായി മാറിയിട്ടുണ്ട്. അത് ആളുകളെ പല വിധത്തിലേക്കുള്ള പ്രവൃത്തികളിലേക്കും നയിക്കുന്നു. എനിക്ക് ഒഴിവാക്കപ്പെട്ടതായും സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും ചേർന്ന് പോകാൻ പറ്റാത്തതായും തോന്നുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സുഹൃത്തുക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല. നിങ്ങൾ ഒരു രാജാവിനെ പോലെ നടക്കൂ. എനിക്ക് തോന്നുന്നത് നിങ്ങൾ പറഞ്ഞു വരുന്നത് 20-25 വർഷങ്ങൾക്ക് മുമ്പ് നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളെ പറ്റിയാണെന്നാണ്. അന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുവാനുള്ള സമ്മർദ്ദം വളരെ കൂടുതലായിരുന്നു. ഇന്ന് ഇവ രണ്ടും ഒഴിവാക്കുന്നതിൽ ആളുകൾ അഭിമാനം കണ്ടെത്തുന്നു. ആളുകൾ വേഗനാകുന്നതിൽ അഭിമാനിക്കുന്നു. മദ്യമില്ലാത്ത പാനീയങ്ങൾ, പുകവലി ഒഴിവാക്കുന്നത്, ഇതെല്ലാം ഇന്ന് ആദരിക്കപ്പെടുന്നു. നിങ്ങൾക്ക് അഭിമാനം തോന്നണം. അവർ നിങ്ങൾക്ക് പുറകിലാണ്. അവർ പുറകിലാണെന്ന് നിങ്ങളും മനസ്സിലാക്കണം. നിങ്ങൾ പുറകിലേക്ക് പോകരുത്. നേരത്തെ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സിഗ്നൽ വരുമായിരുന്നു. ലാൻഡ് ചെയ്യുമ്പോൾ പുകവലിക്കരുത്. പുകവലിക്കാൻ വേണ്ടി മാത്രം ഒരു സ്ഥലമുണ്ടായിരുന്നു. മാത്രമല്ല, ആഷ്ട്രേ ഓരോ സീറ്റിനും അടുത്തുണ്ടായിരുന്നു. എത്ര പേർ ഇത് ഓർക്കുന്നുണ്ട്? അടുത്ത തലമുറയ്ക്ക് അറിയില്ലായിരിക്കും. ഒരു ആഷ്ട്രേ ഉണ്ടായിരുന്നു ഓരോ സീറ്റിനും അടുത്ത്. എന്നാൽ ഇന്നിത് പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. നിങ്ങൾ പുകവലിക്കാരനാകുമായിരുന്നു താല്പര്യമില്ലെങ്കിലും. കാരണം വിമാനത്തിൽ എല്ലാവരും അത് ഉപയോഗിച്ചിരുന്നു. പക്ഷേ വിമാനത്തിൽ അത് നിരോധിച്ചു. അതുകൊണ്ട് അവിടെ ആരും പുകവലിക്കാറില്ല. ലോകം മുമ്പോട്ട് പോകുകയാണ്.